കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ ചൈനയെ പോപ്പുലേഷനെ ബീറ്റ് ചെയ്തത്. ഇപ്പോൾ ചൈനയെക്കാട്ടും കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചൈനയിൽ ഒരുപാട് ഗ്ലോബൽ ബ്രാൻഡ്സ് ഉണ്ട്. USA ആമസോൺ ഉണ്ടെങ്കിൽ ചൈനയിൽ ആലിബാബ ഉണ്ട്. ഇപ്പോൾ USA ടെസ്ല ഉണ്ടെങ്കിൽ ചൈനയിൽ BYD ഉണ്ട്. BYD ഇപ്പോൾ ടെസ്ലയെക്കാട്ടും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ US ഇൻസ്റ്റഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈനയിൽ ടിക്ടോക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്ലോബൽ ബ്രാൻഡ് ചൈന ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഇന്ത്യയും ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇന്ത്യ പോപ്പുലേഷൻ കൂടുതലാണ്. എന്നിട്ടും ചൈനയെ പോലെ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളൊന്നും ഇന്ത്യയിൽ നിന്നില്ല. ഇന്ത്യയിൽ നിന്ന് വിരലുണ്ടാവുന്ന പോലെ ഒരു ബ്രാൻഡ് പോലും നമുക്ക് പറയാനില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈന എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്ന ഒരു ജനറേഷനാണ് അവിടുത്തെ. അവിടെ ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പൊ കമ്മ്യൂണിസം ആണെന്ന് പറഞ്ഞാലും അവിടുത്തെ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളും അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും അവിടുത്തെ ഗവൺമെന്റ് നൽകുന്നുണ്ട്. വേറെ ഒരു ഡിസ്ട്രാക്ഷനും അവർക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ കേസ് എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മതവും ജാതിയും പറഞ്ഞ് തമ്മിൽ തല്ലില്ല. ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരുമില്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മേളിലിരിക്കുന്ന ആൾക്കാർക്ക് വെളിവില്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരും മാറും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്